അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ഡബ്ലിൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും തന്നെ നല്ലപോലെ ടയർഡായി. കുഞ്ഞൂസിന് ചെറിയ പനിയും ജലദോഷമൊക്കെ ആയിരുന്നുകൊണ്ട് ഇപ്രാവശ്യത്തെ യാത്ര കുറച്ച് ദുരിതമായിരുന്നു. നമ്മളെ നാട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ അയർലൻഡിൽ വീട്ടിലെത്തണമെങ്കിൽ ഏകദേശം ഒരു 1.5 ദിവസം എടുക്കും. ഏകദേശം ഒരു 13 മണിക്കൂറോളം ഫ്ലൈറ്റ് ഇരിക്കണം. പിന്നെ എയർപോർട്ടിലെ വെയിറ്റിംഗ് ടൈമും എയർപോർട്ടിൽ നിന്ന് പിന്നെ കോർക്കിലേക്കുള്ള ബസ്സും അവിടെ നിന്ന് പിന്നെ ടാക്സിയും ഏകദേശം ഒരു 1.5 ദിവസം എടുക്കും വീട്ടിലെത്താൻ. ഡബ്ലിന് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പെരുമഴയും നല്ല തണുപ്പും. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ 8 ഡിഗ്രിയാണ്. നമ്മുടെ നാട്ടിൽ 38 ഡിഗ്രി ആയിരുന്നു നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോൾ. അങ്ങനെ എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഡബ്ലിനിൽ നിന്ന് കോർക്ക് വരെ ബസ്സിൽ 3 മണിക്കൂറുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ പോയത് സൂപ്പർ മാക്സിലേക്കാണ്. ഇത് എയർപോർട്ടിനകത്ത് തന്നെ ഉള്ളൊരു ഷോപ്പാണ്. അവിടെ നിന്ന് 2 ബർഗർ മേടിച്ച് കഴിച്ചു. നമ്മളൊരു നാട്ടുകാരി ബാലലക്ഷ്മി ഡബ്ലിൻ എയർപോർട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടി നമ്മൾ കുറച്ച് മസാലയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന സാധനം ബാലലക്ഷ്മിക്ക് കൊടുത്തിട്ട് ഒരു സെൽഫി എടുത്തിട്ട് നമ്മൾ നേരെ പോയത് ബസ് സ്റ്റോപ്പിലേക്കാണ്. എയർപോർട്ടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബസ് സ്റ്റോപ്പ്. താഴെ ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. കുറച്ചു നേരം തണുപ്പും കൊണ്ട് ബസ് സ്റ്റോപ്പിൽ പോസ്റ്റ് അടിച്ചിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തത് 11:30-ക്കുള്ള ബസ്സിനായിരുന്നു. 11:30-ക്കുള്ള ബസ് ഇനി കോർക്കിലെത്തുന്നത് 2:30 മണിക്കാണ്. അങ്ങനെ നാട്ടിലെ 3 ദിവസത്തെ പ്രഹസനം അംഗമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ അംഗത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ രാവിലെ വെളുപ്പങ്ങാലത്ത് എണീച്ച് ഡ്യൂട്ടിക്ക് പോകണം. നമ്മുടെ നാട്ടിലെ കട്ടച്ചൂടിൽ നിന്ന് ഈ തണുപ്പിലേക്ക് വന്നിറങ്ങുമ്പം 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ പനിയും ജലദോഷമൊക്കെ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് പാരസെറ്റമോളും സിട്രസിനൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് 2:30 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ കോർക്കിലെത്തി. സാധാരണ ബിനിച്ചേട്ടനാണ് എൻ്റെ കാറും കൊണ്ട് വിളിക്കാൻ വരുന്നത്. ഇപ്രാവശ്യം ലഗേജ് കൂടുതലായതുകൊണ്ട് ഞാൻ ബിനിച്ചേട്ടനെ വിളിച്ചില്ല, ഒരു ടാക്സി വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ കോർക്ക് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. കുഞ്ഞും ചിപ്പിയൊക്കെ നല്ലപോലെ ടയർഡായി. ഇപ്രാവശ്യത്തെ യാത്ര കുറച്ച് കഠിനമായിരുന്നു. കുട്ടികളെയും കൊണ്ടുള്ള യാത്ര കുറച്ച് റിസ്ക്കുള്ള പരിപാടി തന്നെയാണ്. എന്തായാലും ഫൈനലി നമ്മൾ കോർക്കിലെത്തി. വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു 7 സീറ്ററിൻ്റെ ടാക്സി കിട്ടി. അതിൽ ലഗേജ് എല്ലാം കൂടെ വാരിക്കയറ്റി നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. കോർക്കിൽ വന്നിറങ്ങിയപ്പം ഭാഗ്യത്തിന് മഴയില്ലായിരുന്നു, നല്ല വെയിലുണ്ട്. അങ്ങനെ അയർലൻഡിൽ നിന്ന് ഒരാഴ്ചത്തെ ലീവ് എടുത്ത് നാട്ടിൽ പോയി ചിപ്പിയും കുഞ്ഞൂസിനെയും വിളിച്ചുകൊണ്ട് വരുന്ന ഒരു നാട്ടിലെ അംഗം എന്നുള്ള സീരിയസ് ആയിരുന്നു. അതിൻ്റെ ഫൈനൽ പാർട്ടാണിത്. കഴിഞ്ഞ പാർട്ടൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വരും ദിവസങ്ങളിൽ അയർലൻഡിലെ അടിപൊളി വീഡിയോസൊക്കെ നമുക്കിനി കാണാം. കഴിഞ്ഞ പാട്ടിലെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.